ഹായ് എവരി വൺ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനക്സ് കമാൻഡ്സ് ആണ്. എങ്ങനെ ലിനക്സ് കമാൻഡ്സ് യൂസ് ചെയ്യാം, അത് പഠിക്കുക എന്നുള്ളതാണ്. അത് സൈബർ സെക്യൂരിറ്റിനകത്ത് വളരെയധികം മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ച് ബേസിക്സ് പഠിച്ചു. മെയിൻലി തിയറിയാണ്. തിയറിയിലൂടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ലൈക്ക് ക്ലയൻറ്റ് സെർവർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ IP, മാക്ക്, വിർച്വലൈസേഷൻ, ഇങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ബേസിക് ആയിട്ട് തിയറികൾ മാത്രമാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഇനി മുതൽക്കുള്ളത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽസ് ആണ്. 1-2 വീഡിയോസ് എന്തായിരിക്കും പ്രാക്ടിക്കലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ ഈ വീഡിയോ ടോട്ടലി എൻഡാവും. ഈ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എൻഡാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഉണ്ടാവും. ബട്ട് ഒരുപാട് കാര്യങ്ങൾ ഫണ്ടമെൻ്റൽസിൽ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ മാത്രം. ഇതിൽ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഇനി പ്രാക്ടിക്കലിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാലി ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് ആയിരിക്കും മോസ്റ്റ് ആളുകളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ആദ്യം വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ ലേറ്റർ നിങ്ങൾ കാലി ലിനക്സിലേക്ക് പോയിട്ട് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്തിട്ട് വിർച്വൽ ബോക്സിൻ്റെ വേർഷൻ ഉണ്ടാവും ഇതിനകത്ത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട് എങ്ങനെ ഇത് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത്. നിങ്ങളത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്യണം. ഞാൻ അത് ചെയ്ത് കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് റിസർച്ചിലേക്കുള്ള ഒരു ടാസ്ക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു റിസർച്ച് സൈഡും കൂടിയാണ്. അല്ലാണ്ട് നമ്മൾ ഒരാൾ പറഞ്ഞു തന്നുകൊണ്ട് ഫുള്ളി പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ മെൻറ്റേഴ്സിന് ഹെൽപ്പ് തേടാം. ബട്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരുപാട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പായിപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഈ വിർച്വൽ ബോക്സും കാലി ലിനക്സും ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, ഹൈപ്പർവൈസർ വിർച്വലൈസേഷൻ വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്, ഒരു വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ, കാലി ലിനക്സ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിനകത്ത് മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വിർച്വൽ ബോക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനകത്ത് ഈ കാലി ലിനക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വിൻഡോസിനകത്തോ അല്ലെങ്കിൽ ലിനക്സിനകത്തോ അല്ലെങ്കിൽ മാക്ക് ഏത് സിസ്റ്റം ആണെങ്കിലും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ലിനക്സ് കമാൻഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ആദ്യം കാലി ലിനക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിനക്സ് കമാൻഡ്സ് നമ്മൾ ഫസ്റ്റ് പഠിക്കണം. ഓക്കെ, ഞാൻ എൻ്റെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് VMware ആണ്. നിങ്ങൾ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. VMware ചൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാലി ലിനക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പോൾ നിങ്ങൾ വെച്ചാൽ ബൈ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡും കാലി എന്നാണ്. എൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് കാലി എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ സെറ്റ് ചെയ്തത് അത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ബേസിക്കലി കാലി ലിനക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു കാലി ലിനക്സിൻ്റെ ഇൻ്റർഫേസ്. ലൈക്ക് ഉബുണ്ടു പോലൊക്കെ തന്നെയാണ് ഏകദേശം ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ് ലിനക്സ് കമാൻഡ്സ് എന്ന് പറയുന്നത്. ലിനക്സ് കമാൻഡ്സ് അത്രയ്ക്ക് മാൻഡേറ്ററി ആണ്. ലിനക്സ് കമാൻഡ്സ് അറിയാണ്ട് നമുക്കൊരിക്കലും സൈബർ സെക്യൂരിറ്റീൻ്റെ അകത്തേക്ക് എന്താ പറയുക, കാര്യങ്ങൾ അധികം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലിനക്സ് കമാൻഡ്സ് പഠിച്ചിരിക്കും. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഇത് സൈബർ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ലിനക്സ് അല്ലെങ്കിൽ ഈ കാലി ലിനക്സ് തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഉബുണ്ടു വെച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വിൻഡോസ് വരെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി പർപ്പസിന് ചെയ്യുന്നവരുണ്ട്. ബട്ട് കാലി ലിനക്സ് ആകുമ്പോൾ ഒരുപാട് ടൂൾസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. സൈബർ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ ആ ടൂൾസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്ത് ചിലപ്പോൾ എറർ വന്ന് അത് ഫിക്സ് ചെയ്ത് അങ്ങനെ ഒരുപാട് സമയം അതിൽ വേസ്റ്റ് ആവും. ഇതാകുമ്പോൾ എന്താണ്, വളരെ കേക്ക് വർക്കാണ്. നമുക്ക് വളരെ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് വൺ, നമ്മളെന്താ വെച്ചാൽ നോർമലി എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു
ട്രാഷ് എടുക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓരോരോ ഫോൾഡേഴ്സ് നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ട് അല്ലേ, ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓരോരോ ഫോൾഡേഴ്സും ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ഓപ്ഷൻ എടുക്കും. പിക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ പിക്ചേഴ്സിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, empty ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അല്ലേ. ഇത് നോർമലി നമ്മൾ ഒരു സിസ്റ്റത്തിനകത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ വിൻഡോസ് ആണെങ്കിൽ ലിനക്സ് ആണ് എല്ലാത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ത്. നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഫോൾഡറിനകത്ത് പോകുന്നു, റൈറ്റ് ക്ലിക്ക് വെക്കുന്നു, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി GUI ഇൻ്റർഫേസ് കൊണ്ട് ചെയ്യുന്നത്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ എന്താണോ കാണുന്നത് അത് നമ്മളൊരു മൗസ് യൂസ് ചെയ്തിട്ടും കീബോർഡ് യൂസ് ചെയ്തിട്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് ഇതിനകത്ത് മറ്റൊരു സാധനമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ടെർമിനൽ എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഡിലീറ്റ് മൂവ് ടു ട്രാഷ് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യും, ജസ്റ്റ് മൗസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ജസ്റ്റ് ബൈ യൂസിങ് സം കമാൻഡ്സ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നതാണ് ഈ ടെർമിനൽ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ഒരു ബ്ലാക്ക് കളറുള്ള സാധനം, അത് ഓപ്പൺ ചെയ്യാം. അതിനാണ് ടെർമിനൽ എന്ന് പറയുന്നത്. ഈ ടെർമിനൽ നമ്മൾ പഠിക്കാമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെർമിനൽ യൂസിങ് എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുക്കുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി കമാൻഡ്സ് സിസ്റ്റത്തിനകത്ത് എക്സിക്യൂട്ടായി എന്ന് പറഞ്ഞാൽ റണ്ണായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു LS എന്ന് കൊടുക്കുകയാണെങ്കിൽ LS കൊടുക്കുമ്പോൾ സിസ്റ്റത്തിനകത്തുള്ള ഫയൽസ് ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? സിസ്റ്റത്തിനകത്തുള്ള കുറച്ച് ഫയൽസും ഫോൾഡേഴ്സും ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഫോൾഡേഴ്സ്, ഇതൊക്കെ എന്താണ് ഫയൽസുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ ലിസ്റ്റ് എന്നാണ് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ PWD എന്ന് പറയുന്നത് ഇപ്പോൾ ടെർമിനലിൽ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അതാണെന്ത് PWD എന്ന് പറയുന്നത്, പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. മനസ്സിലായി? എൻ്റർ കൊടുക്കുമ്പോൾ ഞാൻ ഹോമിൽ പീറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഹോമിൽ പീറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. സോ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ടോ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടോ, ഇതിനകത്തുള്ള ഇതേ സാധനം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും കാണിക്കുന്നത്. നോക്കൂ, ഇത്രയും ഫോൾഡേഴ്സും ഫയൽസും ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ക്ലിയർ? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഒരു ഫോൾഡറിനകത്തുള്ള സാധനം നമ്മൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാണ്ട് തന്നെ ബൈ യൂസിങ് ടെർമിനൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഫോൾഡറിനകത്തുള്ള ഫയൽസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പീറ്റർ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് PWD അടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഒരു പീറ്റർ, ഹോം കഴിഞ്ഞിട്ട് സ്ലാഷ് ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് പീറ്റർ. അപ്പോൾ പീറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ LS അടിച്ച് കഴിഞ്ഞാൽ പീറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് എന്തൊക്കെ ഡാറ്റാസ് ഉണ്ട് അതെല്ലാം ലിസ്റ്റ് ആവും. ക്ലിയർ? ഇതാണെന്ത് PWD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൾഡറിനകത്തുള്ള ഫയൽസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, PWD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോൾഡറിനകത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് PWD കൊടുക്കുന്നത്. ഇത് തെറ്റിക്കരുത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. എനിക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്ന് വെച്ചാൽ ടച്ച് ടെർമിനൽ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഞാൻ കൊടുക്കുന്നു, ടെർമിനൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇതിനകത്ത് ടെർമിനൽ എന്ന് പറഞ്ഞ ഫയലേ ഇല്ല. ക്ലിയർ? നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി ടെർമിനൽ എന്ന് പറഞ്ഞ ഫയലേ ഇല്ല. ബട്ട് ഞാൻ ബൈ യൂസിങ് ദിസ് ടെർമിനൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ഫയൽ ടെർമിനൽ എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഹിറ്റ് എൻ്റർ. അപ്പോൾ വെച്ചാൽ ഇനി നേരെ ഇതിലേക്ക് പോയി നോക്കിയാൽ ടെർമിനൽ എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയി. ക്ലിയർ? അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ടെർമിനൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. വെറുതെ ജസ്റ്റ് നമ്മൾ ഫോൾഡറിൽ കയറി നമ്മൾ മൗസ് യൂസ് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കമാൻഡ്സ് പഠിക്കുന്നത് റിയലി മാൻഡേറ്ററി ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ഈ ഫയലിൻ്റെ അകത്ത് ഒന്നുമില്ല, നമുക്കറിയാം അല്ലേ, ഈ ടെർമിനൽ എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് ഞാൻ ആഡ് ചെയ്യണം എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ എക്കോ എന്ന് കൊടുക്കാം, എന്നിട്ട് ഹലോ എന്ന് കൊടുക്കുന്നു, ദെൻ വെയിറ്റ് ദാൻ സിമ്പിൾ കൊടുക്കുന്നു, ടെർമിനൽ കൊടുക്കുന്നു. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്കോ എന്ന് കൊടുത്തിട്ട് ഈ ഹലോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ ഈ ടെർമിനൽ എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്തേക്ക് എന്താവും, സേവ് ആവും. ഓക്കെ, നേരത്തെ നോക്കിയപ്പോൾ ആ ടെർമിനലിൻ്റെ അകത്ത് ഒരു ഡാറ്റ പോലും ഇല്ലായിരുന്നു. ബട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, അതിനകത്തേക്ക് ഒരു ഡാറ്റ ആഡ് ചെയ്യാൻ പോകണം. എൻ്റർ ഹിറ്റ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും പോയിട്ട് ഈ ടെർമിനൽ എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കണ്ടോ ഹലോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. വിച്ച് മീൻസ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോണ്ടൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെർമിനൽ എന്ന് പറഞ്ഞ ഫയലിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ റീഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ടെർമിനൽ യൂസ് ചെയ്തിട്ട് ഒരു ഫയലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫയലിൻ്റെ അകത്ത് എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാൻ വെച്ചാൽ ഫയൽ റീഡ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ ടെർമിനൽ എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു ബൈ യൂസിങ് മൗസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെർമിനൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ക്യാറ്റ് നോക്കാം, ക്യാറ്റ് ടെർമിനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്.
ഓക്കെ, ഇതാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഫയൽ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ കമാൻഡ്സും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് ടൈം എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ ഈസിലി പഠിക്കാൻ പറ്റില്ല. ഉറപ്പാണ്, നിങ്ങൾ മെല്ലെ മെല്ലെയാണെന്ന് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചു വന്നിട്ടുള്ളത്. സോ ജസ്റ്റ് RM എന്ന് കൊടുക്കുക, ടെർമിനൽ എന്ന് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ആ ഫയൽ ഡിലീറ്റ് ആവും. നോക്കിയേ, ഈ ഫയൽ റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ LS അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടെർമിനലിൽ നിന്ന് കാണില്ല, കണ്ടോ, അത് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഇവിടെ പോയിട്ട് നോക്കിയേ, ആ ഫയൽ ഇവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് RM യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഫയൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ഞാൻ വീണ്ടും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടച്ച് ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഫയലിൻ്റെ നെയിം നോക്കിയേ, നിങ്ങൾ ന്യൂ എന്ന് കണ്ടു. ഓക്കെ, നമ്മൾ വീണ്ടും ഇതിലേക്ക് പോകുന്നു. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ ഫയൽ കണ്ടു. ഇനി ഈ ഫയലിൻ്റെ നെയിം എനിക്ക് മാറ്റണം വരുത്താം. ഈ ഫയലിൻ്റെ നെയിം എനിക്ക് മാറ്റണമെങ്കിൽ MV ന്യൂ എന്നിട്ട് പുതിയ കമാൻഡ് കൊടുക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട പുതിയ നെയിം കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ന്യൂ 123 എന്ന് കൊടുത്തു, ഹിറ്റ് എൻ്റർ. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ന്യൂ എന്ന് പറഞ്ഞ ഫയലിൻ്റെ നെയിം ന്യൂ 123 ആയി. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ന്യൂ 123ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ന്യൂ 123 എന്ന് പറഞ്ഞ ഫയലുണ്ടല്ലോ, ഇതിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ PWD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പീറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ന്യൂ 123 എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെയാണ് ഇപ്പോൾ ന്യൂ 123 എന്ന് പറഞ്ഞ ഫയലുള്ളത്. ഇത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ മൂവ് ചെയ്യണം. ഓക്കെ, ഇതിനകത്തേക്ക് മൂവ് ചെയ്യണം. അതിന് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നോർമലി എന്താ ചെയ്യുക, ജസ്റ്റ് കട്ട് കൊടുക്കുന്നു, എന്നിട്ട് ഓപ്പൺ ചെയ്യുന്നു, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ബട്ട് ബൈ യൂസിങ് ടെർമിനൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം 3 കൊടുക്കാം. 3 കൊടുത്തിട്ട് ന്യൂ 123. ഈ 3 MV എന്ന് പറഞ്ഞ കമാൻഡ് 2 കേസിന് യൂസ് ചെയ്യാം. ഒന്ന് ഫയലിൻ്റെ നെയിം റീനെയിം ചെയ്യാൻ, അത് നമ്മൾ നേരത്തെ നോക്കി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയൽ മൂവ് ചെയ്തിട്ട് വേറൊരു ഫോൾഡറിനകത്തേക്കോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെന്ന് വെച്ചാൽ നമ്മൾ പാത്തുകൾ ഫുള്ള് മെൻഷൻ ചെയ്യിക്കുക. ഹോം, പീറ്റർ, എന്നിട്ട് പീറ്ററിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, പീറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ കിടക്കുന്നത്. ഇതാണോ പീറ്റർ, അതിനകത്താണ് ടെംപ്ലേറ്റ്സ് കിടക്കുന്നത്. സോ ടെംപ്ലേറ്റ്സ് എന്ന് മെൻഷൻ ചെയ്യാം, ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഇനി ഹിറ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്തായി, ഈ ന്യൂ എന്ന് പറയുന്ന ഫയൽ ടെംപ്ലേറ്റ്സിലേക്ക് പോയി. ഇനി LS അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യൂ എന്ന് പറഞ്ഞ ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. നമ്മൾ ടെംപ്ലേറ്റ്സിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ന്യൂ 123 വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇവിടെയുള്ള ഒരു ഫയൽ നമ്മൾ എന്ത് ചെയ്ത് ബൈ യൂസിങ് ടെർമിനൽ ടെംപ്ലേറ്റ്സിലേക്ക് നമ്മൾ മാറ്റി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്നായിരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒരു 2-3 വട്ടം കണ്ടു നോക്കുക. കാരണം പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കാരണം കമാൻഡ്സ് കുറച്ച് കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, മുന്നത്തെ മറന്നു പോകും. മനസ്സിലായി, നമ്മൾ മുന്നേ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കപ്പം മനസ്സിലായെങ്കിലും 2-3 കമാൻഡ്സ് അതിന് ശേഷം പുതിയത് നമ്മൾ അടിക്കുമ്പോൾ പഴയത് മറന്നു. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറിയിൽ വരും. ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ഫയൽ നമ്മളെങ്ങനെ ഈ ടെർമിനൽ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ ഉണ്ട് അല്ലേ, നമ്മൾ LS അടിച്ചപ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ കണ്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ നമുക്ക് കയറാം. നോർമലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറുക ചെയ്യാം. ബട്ട് കാലി ലിനക്സിൻ്റെ ടെർമിനൽ യൂസ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ CD കൊടുക്കുക. CD മീൻസ് ചേഞ്ച് ഡയറക്ടറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പോയിട്ട് ടെംപ്ലേറ്റ്സ് കൊടുക്കാം. ഹിറ്റ് എൻ്റർ. ഇനി LS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ന്യൂ 123. നോക്കൂ, അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ന്യൂ 123 എന്ന് പറഞ്ഞ ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണെന്ത് CD ടെംപ്ലേറ്റ്സിലേക്ക് മാറിയിട്ടുണ്ട് നോക്കുന്നത്. ഓക്കെ, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തേക്ക് നമുക്ക് കയറണമെങ്കിൽ CD കൊടുത്താൽ മതി, ചേഞ്ച് ഡയറക്ടറി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെംപ്ലേറ്റ്സിനകത്താണ്. ഇനി PWD അടിച്ചു നോക്കിയാൽ ഇപ്പോൾ നമ്മൾ നോക്ക് ഹോമിൽ പീറ്ററിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. വിച്ച് മീൻസ് ഇതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് എനിക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഞാൻ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്, അതിനകത്ത് എനിക്ക് വേറൊരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് എനിക്കൊരു വേറെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്രിയേറ്റ് ഫോൾഡർ എന്ന് കൊടുത്തിട്ട് ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെ ഒരു ടെർമിനൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനെന്താണ് MKDIR ഹലോ ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു, ഇങ്ങനൊരു പേര് കൊടുക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ MKDIR ഹലോ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. ഞാൻ എൻ്റർ കൊടുക്കുന്നു.
ഇനി LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇനി അതിനകത്തേക്ക് പോകാൻ ആ ഒരു ഫോൾഡറിനകത്തേക്ക് ഓപ്പൺ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, CD ഹലോ എന്ന് കൊടുത്താൽ മതി. നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റ് CD ഹലോ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായി ഈ ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തേക്ക് നമ്മൾ ആക്സസ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തു. ഇനി LS അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നുമില്ല അല്ലേ, ജസ്റ്റ് ഒരു ഫയൽ മാത്രമാണ്, ജസ്റ്റ് ഒരു ഫോൾഡർ മാത്രമാണ്. അപ്പോൾ ഇത് നോക്കി ഈ ഫോൾഡറിനകത്ത് ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് ബ്ലാങ്ക് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. ഇനി ഇവിടെ PWD അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഹോമിൽ പീറ്ററിൽ ടെംപ്ലേറ്റ്സിൽ ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും എനിക്ക് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് പോകണം. വിച്ച് മീൻസ് നമ്മളിപ്പോൾ ഇതിനകത്താണെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തേക്കാണ് നമ്മൾ ബാക്ക് അടിച്ചാൽ മതി അല്ലേ. എനിക്ക് വീണ്ടും ടെംപ്ലേറ്റ്സ് എന്നാണ് ഞാൻ ഹലോ ടെസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഹലോ ടെസ്റ്റിൽ നിന്ന് വീണ്ടും ടെംപ്ലേറ്റ്സിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാക്ക് അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തേ വീണ്ടും ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് എത്തി. അപ്പോൾ ടെർമിനൽ യൂസ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ജസ്റ്റ് CD കൊടുക്കുക. CD എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൾഡർ ചേഞ്ച് ചെയ്യാനാണ്. CD ഡോട്ട് കൊടുക്കുക. ഡോട്ട് എന്ന് പറയുമ്പോൾ ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടെംപ്ലേറ്റ്സിനുള്ളിൽ ഹലോ എന്ന് പറഞ്ഞ ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് നമ്മളുള്ളത്. അപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ടെംപ്ലേറ്റ്സിനകത്തേക്കാണ് പോകും. അപ്പോൾ CD സ്പേസ് ഡോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് അടിക്കും. അപ്പോൾ ഞാൻ ഹിറ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ചെയ്യാം ഹലോ ടെസ്റ്റ് എന്നുള്ള ഫോൾഡർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. PWD അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താണ് പീറ്റർ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. നേരത്തെ നോക്കിയപ്പോൾ എന്തായിരുന്നു നമ്മൾ ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തായിരുന്നു. അതിൽ നിന്ന് ഒരടി നമ്മൾ ബാക്കോട്ട് ഇറങ്ങി ടെംപ്ലേറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ടെർമിനൽ യൂസ് ചെയ്തിട്ട് പഠിക്കാനുണ്ട്. ടെർമിനൽ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാനുണ്ട്. ലൈക്ക് എന്താ പറയുക വെച്ചാൽ ഒരു ഫയൽ റിമൂവ് ചെയ്യാൻ, ഫയൽ ഡിലീറ്റ് ചെയ്യാൻ, ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ബാക്കി റിസർച്ച് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും AI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ലിനക്സ് കമാൻഡ്സ് പഠിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഓരോരോ ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സിമ്പിളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കമാൻഡ്സ് മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ അത് വെച്ചിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ബോറടിക്കാനുള്ള ഒരു ചാൻസ് വളരെ ഹൈ ആണ്. കാരണം കമാൻഡ്സ് ഒരു ബിഗിനർ ഒരുപാട് കമാൻഡ്സ് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ബോറടിക്കാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കമാൻഡ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് എന്താ ചെയ്ത് MV നോക്കി, RM നോക്കി, CD നോക്കി, LS നോക്കി, MKDR നോക്കി, ഇങ്ങനത്തെ കുറച്ച് കമാൻഡ്സുകൾ നമ്മൾ നോക്കി. അതുകൂടാതെ നമ്മൾ CAT നോക്കി. അപ്പോൾ ഇത്രയും കമാൻഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പഠിച്ച് വെക്കുക. ജസ്റ്റ് ഒരു 5-6 കമാൻഡ്സ് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം കൂടുതൽ അഡ്വാൻസ് കമാൻഡ്സ് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ലിനക്സ് കമാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ലിനക്സ് കമാൻഡ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ ലാബ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റീൻ്റെ ഒരു ലാബ് ചെയ്യും. ആ ലാബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റീനകത്ത് ഈ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹാക്കിംഗ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം അറ്റാക്ക് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലാബാണ് ഇതിൻ്റെ എല്ലാം കോർ. ആ ലാബ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള മെയിൻ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, മനസ്സിലാക്കിയെടുക്കണം. അത് കൂടാതെ തന്നെ നിങ്ങൾ എക്സ്ട്രാ റിസർച്ച് ചെയ്യണം. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.